യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിനമെന്ന കർത്താവ് നമ്മോട് ഇടപെടുന്നത് ദൈവസന് നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തൻ്റെ നിലവിളിക്ക് നിശ്ചയമായി മറുപടി ഉണ്ട് എന്ന് ഒരു ദൈവഭക്തൻ്റെ ജീവിതാനുഭവത്തോട് ചേർന്ന് വിളിച്ചു പറയുക. 40-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരനായ ദാവീദിനാൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ സങ്കീർത്തനം തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ, തൻ്റെ ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ ദൈവത്തോട് നിലവിളിച്ച് വിടുതൽ പ്രാപിച്ച ഭക്തൻ നമ്മോട് പറയുക, പ്രിയപ്പെട്ട ദൈവ പൈതലേ, യഹോവയ്ക്കായി കാത്തിരിക്കുക. യഹോവയുടെ തിരുമുഖത്തേക്ക് നോക്കുന്നവനെ ലജ്ജിപ്പിക്കുന്ന കർത്താവല്ല, അവൻ്റെ മുഖത്തെ ആദരിച്ച് മാനിക്കുവാൻ ശത്രുവിൻ്റെ മുൻപിൽ മൃഷ്ടാന്ന ഭോജനമൊരുക്കി നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും വെല്ലുവിളിച്ചവരുടെയും അപമാനിച്ചവരുടെയും ഒക്കെ നടുവിൽ തൻ്റെ ഭക്തനെ ആദരിച്ച മാനിച്ച ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ, ഇന്നെന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ദൈവസന്നിധിയിലേക്ക് നോക്കി എൻ്റെ വിഷയത്തിനൊരു മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ഉറപ്പോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നമ്മുടെ മുഖത്തെ ആദരിക്കുന്ന കർത്താവ്, നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്, നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കർത്താവ്, നമ്മുടെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തുന്ന കർത്താവ്, നമ്മുടെ തലവയ്ക്കുമേൽ അവൻ്റെ കൊടി പിടിച്ച് നമ്മെ ജയാളിയാക്കുന്ന കർത്താവ്, നിശ്ചയമായി എന്നെയും നിങ്ങളെയും ജയാളിയാക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നമ്മെ അനുഗ്രഹിക്കുമെന്ന് തിരുവചനം ഉറപ്പു നൽകുമ്പോൾ, സങ്കീർത്തനക്കാരൻ നന്മ ചെയ്തിട്ടും തിന്മയുടെ അനുഭവത്തിലൂടെ ഏറിയ നാളുകൾ കഷ്ടനഷ്ടങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും താനായി തൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്താൻ കാത്തിരിക്കാതെ, താനായി തൻ്റെ പ്രശ്നങ്ങൾക്കൊരു മറുപടി ഒരുക്കാതെ ദൈവ തിരുമുഖത്തേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി കാത്തിരുന്നപ്പോൾ ദൈവം തനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുക മാത്രമല്ല, തന്നെ ഇസ്രായേലിനും യഹൂദയ്ക്കുമൊക്കെ രാജാവായി ഉയർത്തുവാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ, ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, ഇന്ന് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, നിങ്ങളുടെ ശൂന്യമായ പടകിനെ നിറയ്ക്കാൻ കഴിയുന്ന, നിങ്ങളുടെ തലമുറകളെ മാനിപ്പാൻ കഴിയുന്ന, നിങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹമാക്കാൻ കഴിയുന്ന ഏത് വിഷയത്തിന് നടുവിലും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഉത്തരം നൽകി മാനിക്കുന്ന ദാനിയേൽ ദൈവസനിൽ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി നൽകി കഷ്ടതയിലൂടെ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടവനായി യാത്ര ചെയ്ത യോബിനെ പോലെ ദൈവസന്നിധിയിൽ ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. നമ്മെ കൈവിടുന്ന ദൈവമല്ല, നമ്മെ മാനിക്കുന്ന ആ നല്ല കർത്താവിൻ്റെ പാതാരങ്ങളിൽ ഈ പ്രതിസന്ധിയുടെ നാൾവഴികളിലും ഈ ഭയാനകമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും കർത്താവിനെ അഭയം പ്രാപിക്കുന്നവരായി മാറാം. അവനെ കാത്തിരിക്കുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല. നിശ്ചയമായി ഞാനും നിങ്ങളും ജയാളികളായി ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടുന്നത് കാണുവാനിടയാക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.